ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെരുമ്പിലാവ് ചന്തയിലേക്ക് മുനമ്പത്തുള്ളൊരു ചേട്ടന് പോത്തുംകുട്ടികൾ എടുക്കാൻ വന്നത്. ഈ തെറ്റത്ത് നിങ്ങനെ പോത്ത് നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട്? നല്ല സ്വയംഭം സാധനമല്ലേ, അടിപൊളി സാധനമാണ്. ഏകദേശം ഒരു 450 കിലോൻ്റെ മേലെ ലൈവ് വെയിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. വർക്ക്ഷോപ്പിലും എല്ലായിടത്തും മൊത്തം ടോട്ടല് പ്രശ്നങ്ങൾ മീൻസ് നല്ല തിരക്കാടുന്നത് കൊണ്ടാണ് വീഡിയോസ് ഇല്ലാതിരുന്നത്. അപ്പോൾ ഈ ചേട്ടന് ഏകദേശം ഒരു 16-17 ആ ഒരു റേഞ്ചിൽ എടുക്കാൻ പറ്റിയ 2 പോത്തുംകുട്ടികളാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്കും ചെറിയൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ 4-5 മാസമല്ലേ ഉള്ളത്. ഇതാണ് ഫസ്റ്റ് എടുത്ത പോത്തുംകുട്ടികൾ കേട്ടോ. ഇതിനെല്ലാം നമ്മൾ എടുത്തത്. ഇതെങ്ങനെ പോയാലും നമുക്കൊരു 16 രൂപ, 15 രൂപ, 18 രൂപ, അല്ലെങ്കിൽ ഒരു 16-17 രൂപയ്ക്ക് നമുക്ക് എങ്ങനെ പോയാലും വില വരും. അല്ലെങ്കിൽ ഒരു 15-നും 16-നും ഇടയിൽ, അല്ലെങ്കിൽ ഒരു 15-നും 17-നും ഇടയിൽ വില വരും. അപ്പോൾ നമ്മൾ അതിന് എടുത്തില്ല. അപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞു അതിന് എടുക്കണ്ട, അത് എടുത്തിട്ട് കാര്യമില്ല, അടുത്ത കൊല്ലം കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടി പൈസ കൂടുതൽ കയറ്റിയിട്ട് നമ്മൾ ഇതിൽ ഈ 3 പോത്തുംകുട്ടികളിൽ 2 നമ്മൾ എടുത്തിട്ടുണ്ട്. ആ തെറ്റത്ത് നിൽക്കുന്ന പോത്തുംകുട്ടികൾ നമ്മൾ മാറ്റിയിട്ടോ. അതിനെ മാറ്റിയിട്ട് അതിൻ്റെ സെയിം ഹൈറ്റിലുള്ള പോത്തുംകുട്ടിനെയാണ് നമ്മൾ വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ഈ 3 2 സെറ്റായതിൻ്റെ ആ അറ്റത്ത് നിൽക്കുന്ന പോത്തുംകുട്ടി നല്ല പോത്തുംകുട്ടിയാണ്. പക്ഷേ ഇവരുടെ അത്ര ഹൈറ്റും നീട്ടത്തിലും ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ ആ 3 പോത്തുംകുട്ടികൾ 2 എടുത്തു. 3 നമ്മൾ എടുത്തതിൽ 2 എടുത്തു. ഒരുത്തന്നെ നമ്മൾ മാറ്റുകയാണത് കണ്ടോ. ആ തെറ്റത്ത് നിൽക്കുന്ന പോത്തുംകുട്ടി ഒരു പൊടിക്ക് ഹൈറ്റ് കുറവാണ്, ഒരു പൊടിക്ക് നീട്ടവും കുറവാണ്. ബാക്കിയുള്ള ഇവനാണ് നമ്മൾ മാറ്റിയത് കേട്ടോ. സോറി, അപ്പുറത്ത് അത് ഇവൻ തന്നെയാണ് നമ്മൾ മാറ്റിയത് കണ്ടോ. അവൻ്റെ ഹൈറ്റും നീട്ടവും കുറവ് കണ്ടോ, മറ്റുള്ള പോത്തുകളെ അപേക്ഷിച്ച് ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹൈറ്റിൽ നീട്ടത്തിലുള്ള വേറെ ഒരു പോത്തുംകുട്ടിനെ എടുക്കുകയാണ് ചെയ്തത്. ഇതേ കണ്ടോ, അവൻ്റെ നിൽക്കുമ്പോൾ അവരെ കഴുത്തൊക്കെ പൊന്തിച്ച് പിടിച്ച് നിൽക്കുമ്പോൾ അവൻ്റെ ഹൈറ്റിലുള്ള വ്യത്യാസം കാണുന്നത് കണ്ടോ. അപ്പോൾ അവനെ നമ്മളിങ്ങോട്ട് മാറ്റിയിട്ട് വേറൊരു പോത്തിനെ ലേശം എറിച്ച് കുറവാണെങ്കിലും നല്ല ഫ്രെയിം നീട്ടത്തിലുള്ള കുട്ടീനെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 135-നും 150-നും ഇടയിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഒരു 18 രൂപ ചിലപ്പോൾ റേഞ്ചൊക്കെ വരും, അല്ലെങ്കിൽ 18,500 വരും, ചിലപ്പോൾ 17 കിട്ടാതെ. പക്ഷെ നമ്മൾ അതിൻ്റെ വില ചോദിച്ചില്ല, അത് എടുക്കണ്ടെന്ന് പറഞ്ഞു. സന്തോഷേട്ടൻ തന്നെ പറഞ്ഞു അതിന് എടുക്കണ്ട, നമുക്ക് ലേശം വലിപ്പമുള്ള കുട്ടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു തെറ്റത്തെ കുട്ടീനെ മാറ്റിയിട്ട് വേറൊരു പോത്തുംകുട്ടീനെ അതേ സെയിം ഹൈറ്റിലുള്ള കുട്ടീനെ കയറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഫോട്ടോ അതിൻ്റെ പെട്ടിവണ്ടിയിൽ കയറ്റുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കും. നിൽക്കണം നല്ലൊരു മൂരി കാളാന്ന് പറയുന്ന സാധനം തന്നെയാണ്. അത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് തെറ്റിപ്പറ്റിയതാണെന്ന് അറിയില്ല. മൂരി കാള ഇതിൽ ഏതിലാണ് പെടുകയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 2 ഒന്നായിരിക്കാം. അങ്ങനെ നമ്മൾ ആ ചെറിയ പോത്തുംകുട്ടികൾ എടുത്തില്ല. അതിന് പകരം നമ്മൾ 24 രൂപ റേഞ്ചാണ് പറഞ്ഞിരുന്നത് ഈ ഒരു പോത്തുംകുട്ടികൾക്ക്. അപ്പോൾ അതിൽ നിന്ന് 3 പിടിച്ചത്. അപ്പോൾ ഈ ഒരു 3 പോത്തുംകുട്ടികൾ ഇതാ കണ്ടോ. ഈ തെറ്റത്ത് നിൽക്കുന്ന പോത്തുംകുട്ടിയൊക്കെ നല്ല അസല് പോത്തുംകുട്ടി കണ്ടോ. അങ്ങനെ 3 ഒരെണ്ണത്തിനെ മാറ്റിയിട്ട് അതേ ഹൈറ്റിലുള്ള ഒരെണ്ണത്തിനെ നമ്മൾ വേറെ കയറ്റി. ഇത് ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 170-നും 180-നും ഇടയിൽ, അല്ലെങ്കിൽ ഒരു 165-നും 180-നും ഇടയിൽ ലൈവ് വെയിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള 3 പോത്തുംകുട്ടികളാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയണു, എറിച്ചിയിലേക്ക് തീരെയില്ല, പക്ഷെ നല്ല ഫ്രെയിം. അതായത് ഇങ്ങനെ നല്ല ക്ഷീണിച്ച എല്ലിച്ച കുട്ടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല. പക്ഷെ ചെറിയ കൈത്തീറ്റകളൊക്കെ എടുത്തു തുടങ്ങി നല്ല പച്ചപ്പുല്ല് തിന്നു തുടങ്ങിയ 2-2.5 മാസം കൊണ്ട് ഒരു പെട്ടെന്ന് മാറ്റം കാണിക്കും. എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ളതാണ് കേട്ടോ. നല്ല പെട്ടെന്ന് മാറ്റം കാണിക്കും. നമ്മൾ ആ പോത്തുംകുട്ടീനെ മാറ്റിയിട്ട് ഇതേ വേറെ പോത്തുംകുട്ടീനെ കയറ്റാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല ക്ഷീണമാതിരി തോന്നാം. പക്ഷെ അവരുടെ ശരിക്കുള്ള ഒരു സൈസ് കാണുന്നെങ്കിൽ നമുക്ക് വണ്ടിയിലേക്ക് കയറ്റുമ്പോഴാണ് ശരിക്കും അവരുടെ ആ ഒരു ഫ്രെയിമിൻ്റെ നീട്ടം കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾക്ക് ഇറച്ചിയല്ല നമ്മൾ മെയിനായിട്ട് നോക്കിയേക്കണം, പോത്തുംകുട്ടിയുടെ വെയിറ്റ് അല്ല മെയിനായിട്ട് നോക്കിയേക്കണം. മെയിനായിട്ട് പോത്തിൻ്റെ ഹൈറ്റും നീട്ടവും കാലകരൊക്കെയാണ് നോക്കിയേക്കണം. അതും നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടിയിൽ കയറ്റുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിന് 24,000 രൂപ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ചിലവർക്ക് തോന്നാം ഇത് തൂക്കം കുറവായിരിക്കാം, അങ്ങനെ തോന്നാം. തീർച്ചയായിട്ടും തോന്നാം കേട്ടോ, അതിലൊരു തെറ്റ് ഞാൻ പറയില്ല. അല്ലെങ്കിൽ പറയാം വില കൂടുതലാണെന്ന് തോന്നാം. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏകദേശം എന്തായാലും നമുക്കൊരു 1,000-500 രൂപയൊക്കെ ചിലപ്പോൾ കൂടി എന്ന് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ 1,000-2,000 ഒക്കെ കുറഞ്ഞു എന്ന് പറയുന്നവരുണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ ലാഭമായി എന്ന് പറയും, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എങ്ങനെ പോയാലും ഒരു 5 മാസം 6 മാസം നല്ല രീതിയിൽ കൈത്തീറ്റ കൊടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 50 രൂപയുടെ മേലേക്ക് വിൽക്കാൻ പറ്റിയ പോത്തുംകുട്ടികളാണെന്ന് തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. 90% എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോത്തുംകുട്ടികളെ സെലക്ട് ചെയ്തതും. വില നമ്മൾ
കൂടുതലാണോ കുറവാണെന്നൊക്കെ തോന്നുന്നവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് കമൻറ്റ് ചെയ്യണം, ഇത് വില കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ ഒരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പ് പറയാം, ഇത് എങ്ങനെ പോയാലും വലിയ പെരുന്നാളിൻ്റെ സമയത്ത് ഒരു 50 രൂപയ്ക്ക് മേലെ സിമ്പിളായിട്ട് കൈത്തീറ്റ കൊടുക്കുകയാണെങ്കിൽ കയറി പോകാൻ 50 രൂപയായിട്ടും കുറവുണ്ട്. അതിന് മേലേക്ക് ഈ പോത്തുകുട്ടികൾ വളരുള്ളൂ. എൻ്റെ അനുഭവം ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും നല്ല എല്ലിച്ച കുട്ടികളാണെങ്കിലും നല്ല സ്കെൽറ്റി കുട്ടികളാണെങ്കിലും വളരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്തേക്കണത്. ഇദ്ദേഹം നിൽക്കണം കേട്ടോ. ഇത് ഈ ഒരു 2 പോത്തുംകുട്ടികളെ നമ്മൾ ഏകദേശം നമുക്കൊരു 30-നും 32-നും അല്ലെങ്കിൽ 30-നും 35-നും ഇടയിൽ കിട്ടാം. ഏകദേശം ലൈവ് വെയിറ്റ് ഒരു 250 കിലോന്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റും ഉണ്ടാവും. കൂടുള്ളൂ, കുറയില്ല. നല്ല ക്ഷീണമുള്ള ഫ്രെയിമുള്ള കന്നുകളാണ്. 250-ന് മേലേക്ക് ലൈവ് വെയിറ്റ് കൂടുള്ളൂ, കുറയില്ല. നമുക്കൊരു 30-35 രൂപയുടെ ഇടയിൽ കിട്ടും ചെയ്യും. പക്ഷെ ഇത് ഞങ്ങൾ എടുക്കാതിരുന്നതാണ്. ആ ചേട്ടന് കാലുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടും അതിൻ്റെ ഒരു ചെറിയ പിന്നെ അത്രയും വലിയ പോത്തിന് അവിടെ ചെന്ന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ആ ചേട്ടന് ഇപ്പോൾ തന്നെ 2 എണ്ണം 15,000 16,000 അല്ലെങ്കിൽ ഒരു 18,000-ന്റെ താഴെ എടുക്കാൻ വന്ന ആള് 24 രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 20-നും 25-നും ഇടയിലുള്ള 3 എണ്ണമാണ് കൊണ്ടുപോകണം. അപ്പോൾ ആൾ പറഞ്ഞു ഇത്രയും ബഡ്ജറ്റ് നമുക്ക് വേണ്ട, നല്ല ചുരുണ്ട കൊമ്പും നല്ല സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പോത്തുംകുട്ടികളാണ്. ഇതേ കയറ്റുന്നു കേട്ടോ നമ്മുടെ പോത്തുംകുട്ടികളെ. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 165-നും 175-80-നും ഇടയിൽ ലൈവ് വെയിറ്റുള്ള പോത്തുംകുട്ടികളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് വളരില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-6 മാസത്തിനുള്ളിൽ 50 രൂപയ്ക്ക് മേലെ പോകുന്ന പോത്തുംകുട്ടികളാണ്. പോത്തുംകുട്ടികളുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. അവരുടെ സ്ട്രക്ചർ, അവർ വളരില്ലേ, നല്ല കുട്ടികളാണോ, ഈ കാൽപ്പൊക്കം ഹൈറ്റും ഇടനീളൊക്കെ നോക്കിയെടുത്തത് എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനേക്കാളും നല്ല കുട്ടികൾ, ഇറച്ചിയുള്ള കുട്ടികളൊക്കെ കണ്ടതാണ്. എനിക്ക് എന്തുകൊണ്ടോ ഇവരുടെ ഈ ഹൈറ്റും നീട്ടും അതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇതേ കണ്ടോ, ആ കുട്ടീനെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചെരിച്ചു പിടിച്ച് നിർത്തിയപ്പോൾ അവൻ്റെ ആ സ്ട്രക്ചർ ഒന്ന് വന്നത് കണ്ടോ നിങ്ങൾ. ഇതേമാതിരി ഇതിൻ്റെ സെയിം ലെങ്ത്തിലും നീട്ടത്തിലുള്ള 3 കുട്ടികൾ തന്നെയാണ് എടുത്തേക്കണത്. ഒരു കാരണവശാലും എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണ്, ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇതൊരു 50,000 രൂപയുടെ താഴേക്ക് പോലെ മേലേക്ക് പിടിച്ചോ. ഒരു 50-നും അല്ലെങ്കിൽ ഒരു 50-നും 60-നും അല്ലെങ്കിൽ 50-നും 65-നും ഇടയിൽ എങ്ങനെ പോയാലും ഒരു 55 രൂപ റേഞ്ച് പ്രതീക്ഷിക്കാം നമുക്ക്. ഏറ്റവും കുറവ് ഈ ഒരു പോത്തുംകുട്ടിക്ക് ഒരു 5-6 മാസം കൊണ്ടുള്ള ഒരു വില കിട്ടാം. അതായത് ഇത് ഇറച്ചി എത്ര വരും, ഇറച്ചി എത്ര പിടിക്കും, ഇതൊന്നല്ല എൻ്റെ ചോദ്യം. ഇത് ലുക്കിലേക്ക് നല്ലൊരു വലിയ പെരുന്നാളുടെ സമയത്ത് നമ്മൾ കൈത്തീറ്റ കൊടുക്കുന്ന പോത്താണെങ്കിൽ നല്ലൊരു വലിയൊരു ഉള്ള നമ്മൾ കാണാൻ ഭംഗിയുള്ള നല്ല നീട്ടൊത്ത ഹൈറ്റൊത്ത അല്ലെങ്കിൽ നല്ല തുടുപ്പുള്ള കുട്ടികൾ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് വരാൻ പോകുന്ന ഒരു കുട്ടികളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടാണ് ഞാൻ ഈ പോത്തുംകുട്ടികളെ എടുത്തത്. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഒത്തിരി അറിവുള്ള ആളുകളുണ്ടാവും, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേ കണ്ടോ, ഇനി ഇതേപ്പോൾ 2 ആളെ കയറ്റി 3-ാമത്തെ ആളെ കയറ്റി വല്ല നീട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്. അവിടെ വീഡിയോയിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കാണുമ്പോൾ അവരെ ഹൈറ്റും നീട്ടൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് തോന്നിയിരിക്കാം. അപ്പോൾ അവനും കൂടി അങ്ങനെ കയറ്റി കയറ്റണം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും ഞാൻ വിലയേറിയ കമൻറ്റുകൾ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു കേട്ടോ. അവരുടെ ഹൈറ്റ് കൊണ്ട് നമ്മൾ 3 ആളും ഒരേ മാതിരി തന്നെയാണ് എടുത്തത്. സെലക്ട് ചെയ്ത് തന്നതിൽ സന്തോഷമായിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഞാൻ സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലത് എടുക്കുമ്പോൾ വേണ്ടാന്ന് ആളെന്നെ നമ്മളോട് പറയാം, അത് വേണ്ട നീ ഇതാമരത്തി എടുക്കുക. അങ്ങനെ ആളാണ് നമ്മുടെ സജഷനെ ഫസ്റ്റ് തന്നെ തിരുത്തിയത്. ആ ചേട്ടൻ 16-18 എന്ന് പറഞ്ഞ റേഞ്ചിൽ പറഞ്ഞപ്പോൾ ആളാണ് ഫസ്റ്റ് തന്നെ തിരുത്തി, നിങ്ങൾ അങ്ങനത്തെ കൊണ്ടുപോകണം, നിങ്ങൾ ഇങ്ങനത്തെ കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ ഈ മാമൻ കുറേ കാലം നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ആ ചെറുതിന് എടുക്കാൻ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വേണ്ട, അങ്ങനത്തെ കൊണ്ടുപോയാൽ മതി, നിങ്ങൾക്ക് ഒരു 5-6 മാസം ചെറിയൊരു കൈത്തീറ്റൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ സിമ്പിളായിട്ട് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഒരു 165-നും 180-നും ഇടയിൽ ലൈവ് വെയിറ്റ് വരുന്ന പോത്തുംകുട്ടികളാണ്. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം ഈ പോത്തുംകുട്ടികൾ എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയുണ്ട്, നീട്ടം എങ്ങനെയുണ്ട്. ഇത് ഈ പറഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് ഈ ഒരു 55 രൂപ റേഞ്ചിലേക്ക് വളരും. 5-6 മാസം ഉണ്ട്. ഈ ചേട്ടൻ അത്യാവശ്യം കൈത്തീറ്റകളൊക്കെ കൊടുത്ത് വളർത്തുന്ന ആളാണ്, എക്സ്പീരിയൻസും ഉണ്ട് ചെറിയ തോതിൽ.